വർഷങ്ങൾക്ക് ശേഷം അതേപോലെ വിനീത് ശ്രീനിവാസൻ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, പിന്നെ ബേസിൽ, നീരജ്, നിവിൻ പോളി, അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള സിനിമയാണ്. അതെ, നമ്മൾ കണ്ടു. എനിക്കൊരു ഓക്കെ മൂവി ആയിട്ട് പോകുന്നില്ല. അതൊരു ഫീൽ ഗുഡ് മൂവി, നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ നമ്മുടെ വിനീത് എപ്പോഴും ഒരു മാസ്റ്റർ പീസ് എല്ലാത്തിനും വെക്കാം. പക്ഷെ എനിക്ക് ആ സാധനം കിട്ടിയില്ല. അത് എന്താണെന്ന് അറിയില്ല. സംഭവം കുറെ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടാണോ അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവേശം കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ഫിലിം കാണാൻ പോയത്. രണ്ട് ജോണേഴ്സ് ആണ്. പക്ഷെ ആവേശത്തിന്റെ അത്രയ്ക്ക് എന്നിട്ട് രണ്ട് ജോണറാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണറാണ്. പക്ഷെ ഇത് അത് മാത്രമല്ല, എനിക്ക് ഒരു വിനീത് ശ്രീനിവാസൻ എക്സ്പെക്ട് ചെയ്ത സാധനത്തിന് ആ ഒരു എന്തോ ഒരു എലമെന്റ് മിസ്സിംഗ് ആയിരുന്നു. എന്തോ എലമെന്റ് മിസ്സിംഗ് ആയി. കാരണം ഹൃദയത്തിനും ആയിട്ടുള്ള എല്ലാ മൂവി എല്ലാ മൂവീസിലും ഉണ്ടായാലും എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിലെന്തോന്ന് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. മൂവി നല്ലതാണ്, കണ്ടിരിക്കാനും നമുക്ക് ഫീൽ ഗുഡ് മൂവിയാണ്. പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി പോസിറ്റീവ് ആദ്യം പറയാം. ഫസ്റ്റ് തന്നെ പറയേണ്ട പെർഫോമൻസ് ആണ്. സിനിമയിൽ ഏറ്റവും എന്തുകൊണ്ട് നമ്മൾ ഇത്ര നേരം ഇരുന്നു വെച്ചാൽ പെർഫോമൻസ് തന്നെയാണ്. കാരണം വെച്ചാൽ ഞെട്ടിച്ചാണ് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് രണ്ടുപേരും. എനിക്കൊന്ന് അവരെ ഇതുവരെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് രണ്ടുപേരും കാണിച്ചു വെച്ചിട്ടുള്ളത്. ധ്യാനായാലും പ്രണവായാലും. പ്രണവിനൊക്കെ ചില മാനസ് കണ്ടാൽ ശരിക്കും പഴയ വിന്റേജ് മോഹൻലാൽ കാലഘട്ടത്തിന്റെ മിക്ക ഭാഗങ്ങളും കറക്റ്റ് പുള്ളിയുടെ പഴയ കാലഘട്ടത്തിന്റെ പഴയ മാനസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഞെട്ടിച്ചു. തിരക്ക് ശേഷം അവന്റെ അടിപൊളി ഫിലിം സദ്യയിലൊക്കെ അത് പുതുമുഖം നമുക്ക് അറിയില്ല. പിന്നീടുള്ള കുറെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതില് വേറെ ലെവല് പെർഫോമൻസ് ആണ്. പുള്ളി റേഞ്ച് കാണിച്ചു തന്നു. പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇമ്മാതിരി സാധനം കാണിക്കുന്നുള്ളത്. നല്ല ആളെ ആസ് എൻ ആക്ടർ എത്ര റേഞ്ച് എത്ര ഉണ്ടെന്നുള്ളത് പുള്ളി കാണിച്ചു സിനിമയിൽ. അതിനുള്ള വിനീത് ശ്രീനിവാസനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്, ഡയറക്ടറിന്. ഞാനൊരു ആക്ടർ എന്ന നിലയിൽ യൂട്ടിലൈസ് ചെയ്ത് നോക്കിയുള്ള വിനീത് മാത്രമാണ് പറയാം. വേറെ ലെവൽ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനുള്ള പുള്ളി ഇന്റർവ്യൂ തള്ളി പറയുന്നുണ്ട്. പക്ഷെ അതിലുണ്ട് സംഭവം, കൂടുതലുണ്ട്. പ്രതീക്ഷയിൽ അപ്പുറമായിരുന്നു ധ്യാൻ ചെയ്തത്. പ്രണവിന്റെ ഇമോഷണൽ സീൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ പുള്ളിയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം മറ്റുള്ള സിനിമസ് നോക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള മൂവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വേറെ വളരെ ഇമ്പ്രൂവ് ചെയ്തോളൂ തോന്നി. ഓരോ വയ്ക്കുന്ന പുള്ളി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓരോ മൂവി കഴിയുമ്പോൾ ഭയങ്കര ഡിഫറൻസ് കാണുന്നുണ്ട്. അതെ, ഹൃദയം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൾ പെർഫോമൻസ് വേറെ ലെവലിൽ പോയിട്ടുണ്ട്. അത് നല്ല സ്ക്രീൻ പ്രസൻസും ഉണ്ട്. രണ്ടുപേരും തന്നെയാണ് ഫുൾ ത്രൂ ഔട്ട് മൂവി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ്. പിന്നെ കഥ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, സ്പോയിലേഴ്സ് പറയുന്നില്ല, എന്താണ് കഥ എന്ന് പറയുന്നില്ല. പക്ഷെ അറിയുന്ന പോലെ തന്നെ സിനിമ ഫീൽഡിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള മദ്രാസിൽ പോകുന്നത്, അവിടെ ഉണ്ടാവുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും അവരുടെ ഇഷ്യൂസുകളൊക്കെയാണ് സിനിമ വരുന്നത്. കാരണം കഥയിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല. കാരണം പക്ഷെ പെർഫോമൻസ് ആണ് ആ ഒരു ത്രൂ ഔട്ട് മൂവി നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ അതെ, അതില് പിന്നെ ബാക്കിയുള്ള കാസ്റ്റീസ് പറയണം. നിവിൻ പോളിയാണ് ഇതിൽ പിന്നെ ഒരു വലിയ ഷിഫ്റ്റ് കൊണ്ടുവരുന്നത്. അതുവരെ ഒരു ഓക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന മൂവി. നമുക്കൊരു വലിയ ഗ്രാഫ് ചേഞ്ച് ഒന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതേപോലെ പെട്ടെന്ന് സാധനം കയറി പോകും. അതാണ് നിവിൻ പോളി എപ്പോഴാണ് പാട്ടൊക്കെ ഡയലോഗ്സ് ഒക്കെ എടുക്കുന്ന ഒട്ടിട്ട് വരുമ്പോ വലിയ സംഭവം. അതൊക്കെ ആ ഡയലോഗ്സ് ഒക്കെ രക്ഷയില്ല. പുള്ളിക്ക് വേണ്ടി പുള്ളി അത് എഴുതിച്ചിട്ടുള്ളതാണ്. കറക്റ്റ് സ്വയം ട്രോൾ ചെയ്യാൻ വേറെ ആരും ട്രോൾ ചെയ്യണ്ട, പുള്ളി തന്നെ സ്വയം ട്രോൾ ചെയ്യുന്നുണ്ട്. പുള്ളി തന്നെ അതിൽ മറുപടി നൽകുന്നുണ്ട്. ബോഡി ഷേമിങ്ങിന്റെയും എല്ലാം പറയുന്നുണ്ട്. കറക്റ്റ് അല്ല പുള്ളിക്ക് വന്ന എല്ലാ മറുപടികൾ. അതെ, അത് ക്യാമറ നോക്കി പറയുന്ന മറുപടിയിലാണ്. എല്ലാം ക്യാമറ നോക്കിയിട്ട് പറയുന്നത് നമുക്കുള്ള മറുപടിയാണ്. അതെ, ഓഡിയൻസിലുള്ള എല്ലാ മറുപടിയും ഈ പുള്ളി തരുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും ആരൊക്കെയാണ് വൈറലായ ആൾക്കാർ അവരൊക്കെ പിടിക്കുന്നുണ്ട്, അവരൊക്കെ ട്രോൾ ചെയ്യുന്നുണ്ട്. വേറെ ലെവൽ. അവിടെ നിന്നാണ് ഗ്രാഫ് ചേഞ്ച് ചെയ്ത മൂവിയില്. മൂഡിൽ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മൂഡ് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് പുള്ളിയുടെ പഴയ പുള്ളി സാധനം അറിയും. അപ്പൊ എന്ത് ഈസി ആയിട്ട് കോമഡി ചെയ്യുന്നത്, ഭയങ്കര ഓർഗാനിക് ആയി തന്നെ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല. അതാണ് പഴയ പുള്ളി. അത് വേണ്ടത്.
പുള്ളിയുടെ അഴിഞ്ഞാട്ടമാണ്. പുള്ളിക്ക് എന്തോ കിട്ടിയ പോലെ ആസനെടുത്ത് തിരിച്ചെന്ന പോലെയായിരുന്നു പുള്ളിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു പുള്ളി. അതാണ് സംഭവം. ഇപ്പൊ ആവേശം വെച്ച് കമ്പയർ ആവേശ ഫഹദ് കൊണ്ടുപോയി, ഇതില് ന്യൂ പോളിയാണ് കൊണ്ടുപോയത്. കോമഡി ക്യാരക്ടറിൽ ചെയ്യുന്നത്. കോമഡി മാത്രല്ല ആളുടെ ഒരു കമ്പാക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടുപോയിക്കണ നിവിനാണ്. പക്ഷെ അഭിനയത്തിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാനാണ് കൊണ്ടുപോയത്. ഞാൻ അടിച്ച് പൊളിച്ചുണ്ടായില്ലേ. അതെ, ആ ഇന്റർവ്യൂണ്ട്. പിന്നെ കുറച്ച് നീരജ് ഉണ്ട്, ബേസിലുണ്ട്, പിന്നെ ആൾക്കാരുണ്ട്, പറയുന്നില്ല പിന്നെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂടുതൽ നല്ല ആൾക്കാരും ഉണ്ട്, സ്പെഷ്യൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ സംഭവം കൊണ്ടുപോയത് ഇവർ തന്നെയാണ്. ഈ 3 പേരാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുന്ന. സിനിമഗ്രാഫ് വരുത്താൻ വന്നത് നീലാണ്, പക്ഷെ പെർഫോമൻസ് മൊത്തം ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത് ധ്യാനും പ്രണവും തന്നെയാണ്. നല്ലൊരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. പക്ഷെ എന്തോ സംഭവം മിസ്സിങ്. അതായത് സ്പെഷ്യൽ സോങ്സ് ഉണ്ടാവാറുണ്ട്. എനിക്ക് അതാ കുറച്ചുകൂടി തോന്നിയത്. ഇപ്പൊ തട്ടത്തിമറയത്തിന്റെ നല്ലതുണ്ടായിരുന്നു, ഹൃദയത്തിനും അടിപൊളി സോങ്സ് ഉണ്ടായിരുന്നു. ഇതില് എനിക്ക് തോന്നുന്നു സോങ്സ് അത്രയ്ക്ക് അങ്ങോട്ട് തമിഴ് സോങ് ഉണ്ടല്ലോ മറ്റേ, അത് ജസ്റ്റ് ഒരു ബീജിയം പോലെ ചെറിയൊരു അത് കൊള്ളാം. പക്ഷെ പുള്ളിയുടെ വീഡിയോ ആയിരുന്നു, അത് വേറെ ദിവസമായിരുന്നു. അത് വെച്ച് നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ഒരു ഹൃദയത്തിലാവുമ്പോ നമുക്ക് കുറച്ച് സോങ്സ് നമ്മൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന സോങ്സ് ഉണ്ട്. അതുപോലെ തട്ടത്തിമരത്തിലായാലും നമ്മൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന കുറെ സോങ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനം എപ്പോഴും നമ്മള് നിവിന്റെ ഫിലിമിൽ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അതുകൊണ്ട് കിട്ടിയില്ല. വിനീതിന്റെ അത് കിട്ടിയില്ല എനിക്ക് തോന്നുന്നു. അതായിരിക്കും ചിലപ്പോൾ മിസ്സിംഗ് തോന്നുന്നത്. ബാക്കിയെല്ലാം നോക്കണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ആക്ടിങ് നോക്കുകയാണെങ്കിൽ, പെർഫോമൻസ് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മൂവിയാണ്. അതായത് വിനീതിന്റെ നിൽക്കുന്ന പോലെ. പക്ഷെ എനിക്ക് തോന്നിയത് ഇതൊരു അതുകൊണ്ടായിരിക്കാം ഒരു എന്തോ ഒരു തിയേറ്ററിൽ ഇറങ്ങും എന്തോ മിസ്സിങ്. പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തട്ടണ എന്തെങ്കിലും ഒരു പോയിന്റ്സ് ആളുകൾ വെക്കാറുണ്ട് ഫിലിമിലൊക്കെ. നമുക്കൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ ഒരു ഗിൽറ്റടിക്കാൻ അല്ലെങ്കിൽ നമുക്കൊക്കെ ഓരോ ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ആളുകൾ കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നിയത് മേ ബി സ്റ്റോറി വെച്ച് പ്ലാൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ചില സ്റ്റോറി ഭയങ്കര പ്രഡിക്റ്റബിൾ ഫീൽ ഗുഡ് മൂവി പ്രഡിക്റ്റബിൾ തന്നെയാണ്. പക്ഷെ എന്തോ സംതിങ് ഗ്രാഫ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണോ ഒരേപോലെ പോയതുകൊണ്ടാണോ എന്തോ സംതിങ് എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഒരു ഒരേപോലെ പോയിക്കൊണ്ടിരിക്കണം. ഒരു പെട്ടെന്ന് ഹൈ പോയിന്റോ ഇൻഡസ്ട്രി അങ്ങനെ പോകുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ചേഞ്ച് ചെയ്യുന്നത് നീ വരുമ്പോൾ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷെ അത് മാത്രം നമുക്ക് ഒരു ത്രൂ ഔട്ട് മൂവി കണ്ടിരിക്കാൻ മാത്രം ഉള്ള സ്റ്റോറി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയം. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ബാക്കി കാരണം ഹൃദയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മൂവീസ് നോക്കിയാൽ ചേഞ്ചസ് ഉണ്ട് സ്റ്റോറിയിൽ. ഇത് ഒരേ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടായിരിക്കാം തോന്നിയത്. പക്ഷെ മൂവി നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. എല്ലാം നല്ലതാണ്, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ബെസ്റ്റ് വിനീത് ബെസ്റ്റ് ഞാൻ പറയില്ല. അതുകൊണ്ടല്ല ബെസ്റ്റ് അല്ല, അതെനിക്ക് പറയാം. എന്താ വിനീത് ശ്രീനിവാസൻ ബെസ്റ്റ് പക്ഷെ പെർഫോമൻസ് ബാക്കി എല്ലാവരും ഒരു കരിയർ ബെസ്റ്റ് ധ്യാനിൽ പെടാൻ വേണ്ടി അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാ അമ്മായി പെർഫോമൻസ് ആണ് ഒരു ആശിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും തിയേറ്റർ പോയി കാണാം. എന്തായാലും മലയാളം മൂവീസ് എല്ലാം അടിച്ച് സംഭവം മൂവി എന്തായാലും വേറെ തന്നെയാണ്, അത് വിഷയമല്ല. പക്ഷെ നമ്മള് റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മള് അതിശ ആ ഒരു പോയിന്റ് മിസ്സിംഗ് ആണ്. അത് മാത്രമേ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു, നിങ്ങൾക്ക് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ കണ്ടു നോക്കുക. അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ പോവുക, തിയേറ്ററിൽ കാണാൻ. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ ടിക്കറ്റ് കിട്ടാണെങ്കിൽ എന്തായാലും കാണാം. വീക്കെൻഡിൽ നേരത്തേക്ക് കാണാം. അപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്ന് കൊള്ളാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ